മാനന്തവാടിയിലേക്ക്. മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെ കൊല്ലിക്കാട്ടാന ബേലൂർ മക്കിനെ മയക്കുവെടി വയ്ക്കാനുള്ള ദൗത്യം തുടരുകയാണ്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം അവസാനിച്ചുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. RRT ടീമും വനത്തിനുള്ളിലേക്ക് കടന്നു. കർണാടകയിൽ നിന്നെത്തിയ 25 അംഗ ടാസ്ക് ഫോഴ്സും ട്രാക്കിംഗ് സംഘത്തിനൊപ്പം ഉണ്ട്. പനവല്ലി എമ്മടിയിലാണ് ഇപ്പോൾ ആനയുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പനവല്ലിയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്തും അതുപോലെ ഇരുമ്പുപാലത്ത് നിന്ന് അരുൺ പാറയ്ക്കലും ചേരും. ആദ്യം പനവല്ലിയിൽ ആനയുണ്ടെന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സുർജിത്ത് ആൻഡ് അരുൺ, ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. എന്തൊക്കെയാണ് വിവരങ്ങൾ പനവല്ലിയിൽ? SKN ട്രാക്കിംഗ് പൂർത്തിയായപ്പോൾ ഈ പനവല്ലി മേഖലയിലാണ് ഈ ആന ഉള്ളത്. പനവല്ലിയിൽ ആദണ്ഡ എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട്, അതിന് മുകളിലായി വനമുണ്ട്. ആ വനത്തിൻ്റെ മേഖലയിലാണ് ആനയുള്ളത്. ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത് വലിയ ഇടതൂർന്ന വനമാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഉയരത്തിലാണ് ആനയുള്ളത്. ഇതെല്ലാം തന്നെ പ്രതിസന്ധിയായി നിലനിൽക്കുകയാണ്. എന്തായാലും ഈ പ്രദേശവാസികളിലേക്കൊന്ന് പോകാം. ഇദ്ദേഹം എവിടേക്ക് യാത്രയ്ക്ക് ഒരുങ്ങിയതാണോ? അതെ. എങ്ങനെയാണ് ആന വരുന്ന സ്ഥലമാണ്. അതെ. ഈ ആന ഇറങ്ങിയ ശേഷം എന്താണ് സ്ഥിതി? ഇത് പുറത്തിറങ്ങാൻ പറ്റില്ല, ആ സ്ഥിതിയാണ്. കാരണം രാത്രി നമ്മളെ പറമ്പിൽ ആന വന്നപ്പോൾ തന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് തന്നെ പേടിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങി. കാരണം നമ്മളെ വീടിൻ്റെ അടുത്ത് വന്ന് തട്ടിയോ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ വീട് തന്നെ ആകെ തകർന്നു പോകും. പക്ഷേ പുറത്തിറങ്ങിയാൽ ഞാൻ സമയത്ത് ആന ഓടി വന്നാൽ പാൽവെളിച്ചം ഉണ്ടായ സ്ഥിതി തന്നെ ഇവിടെയും സംഭവിക്കും. പക്ഷേ അതിന് ശാശ്വതമായിട്ട് പരിഹാരം കണ്ടെത്തുക എന്നാണ് നമ്മൾ കണ്ടത്. സർക്കാർ ഈ ട്രെഞ്ചും പെൻസിലൊക്കെ ഉണ്ട്, അത് ശാശ്വതമായിട്ട് പരിഹാരമല്ല. ഇവിടെ പരിഹാരം കന്മതിൽ കെട്ടണം. മതിൽ കെട്ടിക്കഴിഞ്ഞാൽ ആനയ്ക്ക് ശാസ്ത്രമായിട്ട് പരിഹാരം കാണാൻ പറ്റുള്ളൂ. മറ്റേ കുരങ്ങനും മാനൊക്കെ ഉണ്ട്, പക്ഷെ അതിനെ വലിയ വിഷയം പറ്റില്ല. അത് പ്രശ്നം തന്നെ. മറ്റുള്ള അനുഭവങ്ങളെ നശിപ്പിച്ച് പോവാ, എല്ലാം പോവാ. അതെ. എന്തായാലും ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയതാണ്, പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആളുകളെ സംബന്ധിച്ചൊരു ഭീതി ചൂണ്ടിക്കാട്ടാനാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് പോയത്. SKN, ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രം എങ്ങനെയാണ്, ഇവിടുത്തെ കാട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി ഈ ദൃശ്യത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്ന പൊന്തക്കാടാണ്. ഒരു 3 ആൾ പൊക്കത്തിൽ കാടുണ്ട്. ഇതിനകത്ത് ആന വന്ന് നിന്നാൽ അത് കാണാൻ പോലും കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. മാത്രമല്ല ഉയരത്തിലുള്ള മരങ്ങളുണ്ട്. അത് ഈ ട്രാക്കിങ്ങിനെ, അതായത് ഈ ഹെലിക്യാം ഉപയോഗിച്ചുള്ള ട്രാക്കിങ്ങിനെ ബാധിക്കുന്ന നിലയിലാണുള്ളത്. ഇന്നലെയൊക്കെ ഹെലിക്യാം ദൃശ്യങ്ങളൊന്നും തന്നെ ഈ ആനയുടെ ലഭിച്ചിട്ടില്ല. പക്ഷേ സിഗ്നൽ ലഭിച്ചു. ഏതാണ്ട് 100 മീറ്റർ അടുത്ത് വരെ, ആനയുടെ അടുത്ത് വരെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി. പക്ഷേ കൃത്യമായ രീതിയിൽ ട്രാക്കിംഗ് സാധ്യമാകാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല അവസ്ഥ. ഇന്നലെ രാത്രി റോഡ് മുറിച്ച് ആന കടക്കുന്ന കാഴ്ച പലരും കണ്ടിട്ടുള്ളതാണ്. നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. യാദണ്ഡ എമ്മടി എന്ന് പറയുന്ന പ്രദേശമുണ്ട്, അതിൻ്റെ മുകളിലായി വനമേഖലയിലാണ് ഇപ്പോൾ ആനയുടെ സാന്നിധ്യമുള്ളത്. ഇന്ന് രാവിലെ തന്നെ ട്രാക്കിംഗ് ടീം പുറപ്പെട്ടിട്ടുണ്ട്. ഇനി ഇപ്പോൾ യോഗം ചേർന്നതായുള്ള വിവരം അരുൺ പാറയ്ക്കൽ നൽകുന്നു. എന്തായാലും അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ള സംഘം എത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഒരുപക്ഷെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ പങ്കുവെക്കുന്നത് ജനങ്ങളും വനം വകുപ്പും. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്. ഇനി നമുക്കൊപ്പം അരുൺ പാറയ്ക്കൽ കൂടി ഇരുമ്പ് പാലത്ത് നിന്ന് ചേരുന്നു. അരുൺ, അവിടെ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രേക്ഷകരെ നമുക്ക് അറിയിക്കാനുള്ളത്? SKN രാവിലെ 7:20 ബേഗൂരിലെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഡോക്ടർ അരുൺ സക്രി എത്തി. അതിനുശേഷം ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നു. 3 DFOമാരാണ് സ്ഥലത്തുള്ളത്. ഈ 3 DFOമാരെയും അതുപോലെ തന്നെ റേഞ്ച് ഓഫീസർമാരും ഉൾപ്പെടെ മുഴുവൻ ടീമുകളെയും അണിനിരത്തിക്കൊണ്ട് പദ്ധതികൾ കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ആ യോഗത്തിന് ശേഷം എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്ന വിവിധ സംഘങ്ങളെ കേന്ദ്രീകരിച്ചിട്ട് വിവിധ സംഘങ്ങളായി തിരിച്ചുകൊണ്ട് അവർക്ക് അതിനുള്ള നിർദ്ദേശം നൽകി. ഇപ്പോൾ നിലവിൽ നേരത്തെ സുർജിത്ത് സൂചിപ്പിച്ചതുപോലെ പനവല്ലിയിലുള്ള ആ വനപ്രദേശത്തേക്ക് ഈ അരുൺ സക്രിയയും സംഘവും തിരിച്ചിട്ടുണ്ട്. കർണാടകയിൽ നിന്നുള്ള 25 അംഗ ടാസ്ക് ഫോഴ്സ് സംഘമുണ്ട്. അവർ നേരത്തെ തന്നെ ഇത്തരത്തിൽ ദൗത്യത്തിൽ, അതായത് ഈ ബേലൂർ മഗ്നയെ പിടികൂടി പരിചയമുള്ള ദൗത്യത്തിൽ ഉൾപ്പെട്ട ആളുകളാണ്. അവരുടെ സഹായവും കേരള വനം വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. 25 അംഗ ടാസ്ക് ഫോഴ്സ് സംഘവും ഇവരോടൊപ്പം കേരള വനം വകുപ്പിനോടൊപ്പം തന്നെ ഈ കാട്ടിലേക്ക്, എമ്മടിയിലുള്ള ഈ വനത്തിലേക്ക്, ആന നിൽക്കുന്ന പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട്. എന്തായാലും ആനയെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയും, മയക്കുവെടി വയ്ക്കാൻ കഴിയുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് വനം വകുപ്പുള്ളത്. പ്രത്യേകിച്ച് ഈ ഡോക്ടർ അരുൺ സക്രിയുടെ സാന്നിധ്യം കൂടി ഇന്ന് വനം വകുപ്പിന് ലഭിച്ചപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ, ആത്മവിശ്വാസം ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന അരുൺ പാറയ്ക്കലാണ് ഇരുമ്പ് പാലത്ത് നിന്ന്.